കഴിഞ്ഞ ദിവസം ജയിലിൽ ചാടിയ കൊടുംക്രിമിനലായ ഗോവിന്ദച്ചാമിയെ നമ്മുടെ കേരള പോലീസ് അതിസാഹസ്യമായി അറസ്റ്റ് ചെയ്യുന്ന കാഴ്ചയാണ് ഈ കാണുന്നത്. കേരള പോലീസിന് ഒരു ബിഗ് സല്യൂട്ട്. ഒരു പാവപ്പെട്ട പെൺകുട്ടിയെ ക്രൂരമായി ബലാത്സംഗം ചെയ്തു കൊന്ന ഈ പരമനാറിയെ ഇത്രയും കാലം ജയിലിലിട്ട് മട്ടൻ ബിരിയാണിയും ചിക്കൻ ബിരിയാണിയും കൊടുത്ത് തീറ്റി കൊഴിപ്പിച്ചിട്ട് ഇപ്പോൾ അവൻ ജയിലിൽ ചാടിയതിനു ശേഷം വീണ്ടും അവന്റെ പിന്നാലെ നടന്ന് അവനെ അറസ്റ്റ് ചെയ്ത് വീണ്ടും മട്ടൻ ബിരിയാണിയും ചിക്കൻ ബിരിയാണിയും കൊടുത്ത് തീറ്റി കൊഴിപ്പിക്കാൻ വേണ്ടി അവനെ ജയിലിലേക്ക് കൊണ്ടുപോകാൻ പോവുകയാണ്. ആ കൂട്ടത്തിലുള്ള ആരോ ഒരുത്തന് ഈ പരനാരിക്ക് ഒരു അടി കൊടുത്തപ്പോൾ അതിലേതോ ഒരു പോലീസുകാരൻ പറയുന്നത് നമുക്ക് കേൾക്കാം, അടിക്കല്ലേ അടിക്കല്ലേ അടിക്കല്ലേ. ഇല്ല, അടിക്കുന്നില്ല. ഇവനെ പോലെയുള്ളവരെ തലോടാം. അതിനുവേണ്ടിയാണല്ലോ നിങ്ങൾ ജയിലിലേക്ക് കൊണ്ടുപോകുന്നത്. വിധി പ്രസ്താവിക്കുന്ന ജഡ്ജിയോടും ഭരിക്കുന്ന നേതാക്കളോടും ഒന്ന് ചോദിച്ചോട്ടെ, നിങ്ങളുടെ വീട്ടിലുമില്ലേ അമ്മയും ഭാര്യയും പെങ്ങളും പെമ്മക്കളും ഒക്കെ? അവർക്ക് ആർക്കെങ്കിലുമാണ് ഇതുപോലൊരു അവസ്ഥ വന്നിരുന്നുവെങ്കിൽ ആ ക്രിമിനലിനെ നിങ്ങൾ ജയിലിൽ കൊണ്ടുപോയി തീറ്റി കൊഴിപ്പിക്കാൻ മട്ടൻ ബിരിയാണി ചിക്കൻ ബിരിയാണി കൊടുത്ത് തീറ്റി കൊഴിപ്പിക്കുമായിരുന്നോ? ഇല്ലല്ലോ. പിന്നെ എന്തുകൊണ്ടാണ് ഇവന് മാത്രം ഒരു പരിഗണന കൊടുക്കുന്നത്? നാടിനും വീടിനും സമൂഹത്തിനും വേണ്ടാത്തവനാണ് ഇവൻ. ഇവനെ പോലുള്ളവരെ തൂക്കിക്കൊല്ലാൻ എന്തുകൊണ്ട് സർക്കാർ മടി കാണിക്കുന്നു? സർക്കാർ ആരെയാണ് ഭയക്കുന്നത്? എന്തിനു വേണ്ടിയാണ് ഭയക്കുന്നത്? ആരെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് സർക്കാർ ഇതുപോലുള്ള കൊടും ക്രിമിനലുകളെ ഇങ്ങനെ വളർത്തിക്കൊണ്ടുവരുന്നത്? നിങ്ങൾക്കതിന് കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ ജനങ്ങളിലേക്ക് വിട്ടുകൊടുക്കൂ, അവര് കൈകാര്യം ചെയ്തോളൂ. അതിന് നിങ്ങൾക്ക് കഴിയുന്നില്ലേ? നിങ്ങൾക്ക് ഇതിനൊന്നും സാധിക്കുന്നില്ലെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങളെ അധികാരത്തിങ്ങളെ കടിച്ചു തൂങ്ങി നിൽക്കാതെ ആണുങ്ങളെ പോലെ രാജിവെച്ചിട്ട് പുറത്തു പോകും. ആണുങ്ങൾ